ആരാധന മുറിയിൽ നിന്ന് എൻ്റെ ഉടമ്പടി ഓർക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊരു ജീവിതത്തിൽ അത്രയും മനോഹരമായ ഒരു മഴവില്ല് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും വലിപ്പമുള്ളൊരു മഴവില്ല് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആയിരിക്കട്ടെ. എൻ്റെ പേര് കെസിയ, ഞാൻ കണ്ണമാലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഡാഡിയാണ്. ഞാൻ 2012 ഇവിടെ ആദ്യമായി വന്നത്. ഒരു ഏകദിന ധ്യാനത്തിനാണ് വന്നത്. അതിനുശേഷം 2019 വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഡാഡിക്ക് വേണ്ടിയാണ്. ഡാഡിക്ക് 2022 ഒരു വലിയ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം ഡോക്ടർ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി വേഴ്സായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇയർ ബാലൻസിൻ്റെ ആണെന്ന് തോന്നുന്നില്ല, നമുക്ക് തലയുടെ ഒരു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വളരെ തകർന്നു പോയി. ഞങ്ങൾ ഉടമ്പടി തൈലം ഡാഡിയുടെ ശിരസിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഉപ്പും തേനും ഒക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഡാഡി ഒരു കെട്ടിടം തൊഴിലാളിയാണ്, കെട്ടിടം നിർമ്മിക്കുന്ന ജോലിയാണ്. അപ്പോൾ ആ ജോലി ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം വെയിൽ, പൊടി, ചൂട്, വലിയ ശബ്ദം ഇതൊന്നും ഇനി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു തൊഴിലിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആകെയുള്ള ജീവിത വരുമാനം കൊണ്ടുവരുന്ന ആൾ. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, എന്നാൽ മത്സ്യം വിൽക്കുന്ന ഒരു ജോലി തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതിന് മാതാവിൻ്റെ ഇഷ്ടം അറിയുന്നതിന് വേണ്ടി ഞാനും ഡാഡിയും ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡാഡി നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വീട്ടിലെ ചേച്ചി വിളിക്കുകയുണ്ടായി. എന്നിട്ട് ജോലിക്ക് വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല. ഡാഡിക്ക് ഇനി ആ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ചിന്ത. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പോയി വീട്ടിലുണ്ടായിരുന്ന ഗോൾഡൊക്കെ പണിയും വെച്ചു, മത്സ്യക്കച്ചവടം ആരംഭിച്ചു. 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ അതും നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് എന്താണ് ഇങ്ങനെ ഞങ്ങൾക്ക് തരുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നതെന്ന് ഞങ്ങൾ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് എപ്പോഴും കാതോർത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ചേച്ചി വിളിച്ചത് മാതാവിൻ്റെ സ്വരമായിരുന്നു. ആ ഒരു തൊഴിലിൽ തന്നെ നിലനിൽക്കാനായിട്ടാണ് മാതാവ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഡാഡി ആ ഒരു അസുഖം തേനും തൈലവും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം പൂർണ്ണമായി മാറുകയും ഡാഡിക്ക് വീണ്ടും ആ ജോലി 2 ഇരുനില കെട്ടിടങ്ങളും മറ്റു ജോലികളും ചെയ്യാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അനിയന് വേണ്ടിയാണ്. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഫെയിലായി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടായതുകൊണ്ട് അവനെ ഞങ്ങൾ പോളിടെക്നിക്കിന് ചേർത്തു. പോളിടെക്നിക്കിന് ചേർത്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോൾ അവൻ സെം ഔട്ടായിപ്പോയി. അപ്പോൾ രണ്ടും ഇങ്ങനെ ആയിപ്പോയപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി, ഇനി ഇവനെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, വല്ല കൈത്തൊഴിലും പഠിപ്പിച്ച് വീട്ടിൽ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. വന്നാലും ഞങ്ങൾ മാതാവിനോട് മറ്റുള്ളവരെ പരിഹാസം കേട്ട് വളരെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ മലയാള മനോരമയിൽ നല്ലൊരു ജോലി ലഭിച്ചു. അതിനുശേഷം അവൻ +2 എഴുതിയെടുത്തു. അതിനുശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ഒരു മെറിറ്റും അവനില്ല, എല്ലാം ഉള്ളത് ഡീമെറിറ്റ്സാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം നമുക്ക്, എന്നിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാൾട്ടയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു. ഒരാഴ്ച കൊണ്ട് തന്നെ അവന് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ അത് ഇനി ലോണിൻ്റെ കടമ്പയാണ്. ലോൺ ഞങ്ങൾ ജൂൺ അവസാനമാണ് ലോണിന് തിരക്കി ഇറങ്ങിയത്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചിരുന്നു, ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് മുൻപ് ഞങ്ങൾക്കൊരു ഉത്തരം തരണമെന്ന്. അങ്ങനെ ഓഗസ്റ്റ് 8-ാം തീയതി ലോൺ പാസ്സാകുകയും ചെയ്തു. അതിനുശേഷം വിസയിൽ വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. ആദ്യം അവൻ്റെ വിസ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ട് അതൊന്നും അവിടെ എത്താതെ വന്നു. പിന്നെ 2ാമത് സബ്മിറ്റ് ചെയ്തു. പിന്നെ 3ാമതും കുറച്ച് പേപ്പറുകൾ കൊടുക്കേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ മാതാവിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവന് ഡിസംബറിൽ വിസ അടിച്ചു വന്നു. അങ്ങനെ വിസ വന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. പോകാനുള്ള ജനുവരിയിൽ 22-ാം തീയതി ആയിരുന്നു അവന് പോകാനുള്ളത്. അന്ന് രാവിലെ 2:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. എന്നാൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഡേറ്റും സമയം മാറിയിരുന്നു. അത് 2021 4 മണിക്ക് എന്നായിരുന്നു. പക്ഷെ അവനത് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ 21-ാം തീയതി 12 മണിയായപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച്
പറഞ്ഞു നീ പോയില്ലേ, നീ എയർപോർട്ടിലെത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് സമയം നോക്കിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് 12 മണി, ഒരു 2 മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ സഞ്ചാരി മാതാവിനെ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ് എന്നായി. അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ അവൻ്റെ ലഗേജ് ഇവിടെ നിന്ന് തൂക്കിയപ്പോൾ 4 കിലോനോളം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് അതിലിട്ട് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ചെന്ന് വെയിറ്റ് നോക്കിയപ്പോൾ 3 കിലോനോളം കൂടുതലാണ്. വീണ്ടും അവിടെ എയർപോർട്ടിൽ നിന്ന് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ലഗേജിൽ നിന്ന് 3 ഹാങ്കർ, അത് 200 ഗ്രാമിൻ്റെ ഓളം വെയിറ്റുള്ള 3 ഹാങ്കർ മാത്രം എടുത്തു മാറ്റിയതിന് ശേഷം മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് 2ാമത് വെയിറ്റ് നോക്കി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ അവന് നല്ല രീതിയിൽ മാൾട്ടയിലേക്ക് പോകാൻ സാധിച്ചു. 3ാമത്തെ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. അവൾ ജനിക്കുന്നതിന് മുമ്പ് വളരെ വലിയ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി. അങ്ങനെ ഉള്ള 3ാം മാസത്തെ ഇഞ്ചക്ഷൻ ചെന്നപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു കുഞ്ഞിൻ്റെ തലക്ക് കുറച്ച് വലിപ്പമുള്ളതായി കാണുന്നുണ്ട്, നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഹെഡ് ന്യൂറോളജിസ്റ്റായ ബോബി വർക്കിയെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയുടെ തലയുടെ സ്കള്ളിന് വളർച്ച കുറവാണ്. 5 ദിവസമാണ് ഡോക്ടർ പറഞ്ഞത്. 5 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ സ്കള്ള് ഓപ്പറേഷൻ ചെയ്യണം, കറക്റ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് വെക്കണം. 2 ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ കുഞ്ഞിനുമായി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ താടിക്ക് തട്ടിയിട്ട് പറഞ്ഞു മോളെ ഒരു കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ സ്കള്ളിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് വീട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ അവൾ വളർന്നു വരുമ്പോൾ മറ്റു കുട്ടികളെക്കാൾ വളർച്ചയ്ക്ക് ബാക്കോട്ടായിരുന്നു. അവൾ നടക്കുന്നില്ല, ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാനിനി ഒരു സ്ഥലത്തും എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകില്ലെന്ന്. എന്നാൽ വീണ്ടും ഒരു ഫിസിയോതെറാപ്പി, അക്യുപഞ്ചർ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന രീതിയിൽ വീട്ടിൽ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്കിത് കാണിച്ചു തരണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു സിസ്റ്ററായിരുന്നു ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിലൊരു ഉടമ്പടി കാശ് രൂപം കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ചികിത്സ തുടങ്ങി. മാർച്ച് 3-ാം തീയതി ഞാൻ രാത്രി കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ അതിഭയങ്കരമായൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി. അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ വരെ അതുണ്ടായി. അങ്ങനെ 3 മാസം കൊണ്ട് ഇരിക്കാതിരുന്ന കുട്ടി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ ഈശോയോട് പറയണം, നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ആരാധന മുറിയിൽ ചെന്നപ്പോൾ ഈശോയോട്, ദിവ്യകാരുണ്യനാഥനോട് ചോദിച്ചു. അമ്മ പറഞ്ഞായിരുന്നു എൻ്റെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ ഈശോയെ? ഞാനങ്ങനെ ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അന്ന് ആ ആരാധന മുറിയിൽ നിന്ന് എൻ്റെ ഉടമ്പടി ഓർക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനെൻ്റെ ജീവിതത്തിൽ അത്രയും മനോഹരമായ ഒരു മഴവില്ല് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും വലിപ്പമുള്ളൊരു മഴവില്ല് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ ഉടമ്പടി ഓർക്കുന്നുണ്ട്, അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 12-ാം തീയതി അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായി, ഒരു കുഞ്ഞാമ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതാണ് കാണുന്നത്. ആ അമ്മയെ ആരും എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള വേഗതയിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് ഈ ആമ ഇഴയുന്നത് പോലെയാണ് അവൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ച് അതെൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, മാതാവേ അവൾക്ക് നടക്കാനുള്ള കഴിവ് മാതാവ് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് മാതാവ് തന്നെ തന്നതാണെന്ന് എനിക്ക് തെളിയിച്ച് തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ 7-ാം തീയതി ജപമാല റാണിയുടെ തിരുനാളിൻ്റെ അന്ന് അവൾ നടക്കാൻ തുടങ്ങി. അവളിപ്പോൾ നല്ല രീതിയിൽ ഓടി നടക്കുന്നുണ്ട്. എങ്കിലും ഡോക്ടേഴ്സിൻ്റെ അവളുടെ വളർച്ചക്കുറവുകൊണ്ട് ഡോക്ടേഴ്സ് 3-4 പീഡിയാട്രിഷ്യൻ ഞങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഡോർഫിസം ആണെന്നാണ് തോന്നുന്നത്. അവളുടെ മൂക്കിൻ്റെ പാലത്തിന് ഒരു കുഴിവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുന്നവരൊക്കെ പറയുന്നത് ഇത് ഡോർഫിസമാണ്, ഇതൊരു ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി നമ്മൾക്കൊരു ടെസ്റ്റ് ചെയ്യാം. മൈക്രോ എറ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അത് 25,000 രൂപ ഉള്ള ഒരു ടെസ്റ്റാണ്. അതിൽ 99.9% ആക്യുറസി ഉള്ള ടെസ്റ്റാണ്. നിങ്ങൾക്ക് അതിൽ മനസ്സിലാകും ഈ കുട്ടിക്ക് ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്ന് മനസ്സിലാകും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ടെസ്റ്റിൻ്റെ മേൽ ഇടപെടണമേ, ദൈവത്തിൻ്റെ ഈശോയുടെ തിരുരക്തം
തളിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. എല്ലാം നെഗറ്റീവാണ്. അവൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ആ ഡോക്ടേഴ്സിനൊക്കെ വിശ്വസിക്കാനാകുന്നില്ല. ഇതെന്തൊരു അത്ഭുതമാണെന്നാണ് അവർ പറയുന്നത്. ദൈവമാതാവ് നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾ അമ്മ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം പോലെ കണ്ടു. അതായത് ഒരു മുസ്ലിം പള്ളി പോലത്തെ മകുടം പോലത്തെ ഒരു പള്ളി, അതിന് ചുറ്റും തൂണുകളിങ്ങനെ ഉണ്ട്. അതൊരു ഗ്രൗണ്ട് പോലെയുണ്ട്, തൂണുകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രൗണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ ഒരു കടൽ. അതാണ് ഞാൻ കണ്ടത്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനെ കുറിച്ചാണല്ലോ അമ്മ പറയുന്നത്. അമ്മ അത് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ ഫോട്ടോസ് അമ്മേനെ കാണിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുമോ ഇത് ദൈവം നമ്മളെ കാണിച്ചത്? ഞാൻ അമ്മേനോട് പറഞ്ഞു, ചിലപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ, ആ സമയത്ത് ഒരു ഭയങ്കരമായൊരു സുഗന്ധാഭിഷേകം. എന്നാണ് അത് ഉച്ചയ്ക്ക് 12:30 മണിയാണ്. പൂക്കൾ വിരിയുന്ന സമയമല്ല. വീടിന് ചുറ്റും പൂക്കളൊന്നുമില്ല. ഞാനും അമ്മയും വീട്ടിൽ നിൽക്കുന്നതാണ്. ഞങ്ങൾ പെർഫ്യൂമൊന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു സുഗന്ധാഭിഷേകം ഞങ്ങൾക്കുണ്ടായി. പിന്നീട് ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മാതാവ് വളരെ അധികം കരയുന്നൊരു ഇതാണ് ഞാൻ കണ്ടത്. മാതാവ് കരയുന്നു, ഞാനും എൻ്റെ കുഞ്ഞും കൂടി താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയണം, മാതാവിൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കൂ. ഇത്രയോടെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. സ്വപ്നം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ മാതാവിനോട് ചോദിച്ചില്ല മാതാവിൻ്റെ സങ്കടം എന്താണെന്ന്. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ സങ്കടം എന്താണ്, അത് നടത്തി കിട്ടണേ എന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഒരു ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലെന്ന് പറയുന്നത് ഒട്ടും സ്പേസ് ഇല്ലാത്ത മൊബൈൽ. അതുകൊണ്ട് എല്ലാ ഫോട്ടോസും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് ഗ്യാലറി തുറന്ന് നോക്കണം. ഗ്യാലറി തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു പിക്ചറാണ് അതിൽ കിടക്കുന്നത്. ആ പിക്ചറിൽ ഞങ്ങളുടെ രൂപത്തിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട്. ആ മാതാവ് വെള്ള മാതാവാണ്, അത് നീല ഷോളിട്ട മാതാവാണ്. പക്ഷേ ആ റിഫ്ലക്ഷൻ, ഈ ഡൈനിങ് ടേബിളിൽ അടിച്ചിരിക്കുന്ന റിഫ്ലക്ഷനിൽ സിൽവർ ഗ്രേ കളറുള്ള ഒരു മാതാവിനെയാണ് ആ റിഫ്ലക്ഷൻ എനിക്ക് കാണാൻ പറ്റിയത്. എനിക്ക് മനസ്സിലായി, എൻ്റെ ഭവനത്തിൽ കൃപാസനം അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ക്യാൻസർ ബാധിതരായ ആളുകളെ നോക്കുന്ന ഒരു സ്ഥലം ഞങ്ങളുടെ അടുത്തുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനമാണ്. അവിടെ പോയി അഡൾട്ട് ഡയപ്പറുകളൊക്കെ വാങ്ങിക്കൊടുക്കും. അവിടെ നെറ്റിയിൽ കുരിശ് തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഉപ്പ്, തേൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ആശ്വാസം ലഭിച്ചു എന്ന് പറയാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് വരാറുണ്ട്, തമിഴ് സംസാരിക്കുന്നവർ വരാറുണ്ട്. അവർക്കൊക്കെ ഞാൻ പത്രം വാങ്ങിച്ചു കൊടുത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിച്ച് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവർക്ക്. അപ്പോൾ അവരും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ നാട്ടിലുള്ളവരെ ഈശോയെ അറിയിക്കാനും മാതാവിനെ അറിയിക്കുവാനും അവർ ഇടയായി. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പത്രം കൊടുത്തു എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, എനിക്ക് പറ്റില്ലല്ലോ അത് ചെയ്യാൻ. അങ്ങനെ ഞാൻ എപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ആ കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് ബസ് സ്റ്റാൻഡിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ അവിടെ തന്നെ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിൽ ഞാൻ കംഫർട്ടബിളായിട്ടുള്ള സമയത്തൊന്നും പോകാറില്ല. നല്ല ഉച്ച വെയിലുള്ള സമയത്ത് മാതാവിന് വേണ്ടി ഈ വെയിൽ ഞാൻ കൊള്ളും എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. ഞങ്ങൾ കണ്ണമാലി ദേശമാണ്, അവിടെ കടൽ കയറുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ വെള്ളത്തിൽ നീന്തി ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിലാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പത്രവും ഞാൻ വീടുകളിൽ കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക്, വഴിയോരങ്ങളിലുള്ളവർക്ക് പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ